ഹായ് ഹലോ നമ്മുടെ ചാനലിൽ നോൺ വെജ് 65നേക്കാൾ കൂടുതൽ വെജ് 65 അതായത് ഗോബി 65 അതുപോലെ തന്നെ സോയ 65 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെയൊക്കെ വെജുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുറമേ ക്രിസ്പിയും ഉള്ളിൽ വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു പനീർ 65 റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് മൈദപ്പൊടി, കോൺഫ്ലോർ, കശ്മീരി മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ബാറ്റർ തയ്യാറാക്കുമ്പോൾ വല്ലാതെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വല്ലാതെ ലൂസായി കഴിഞ്ഞാൽ പനീറിൽ ഇത് കോട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അടുത്തതായിട്ട് നമുക്ക് പനീർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മിഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം സ്ക്വയർ പീസസ് ആക്കി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പനീർ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പനീർ ഈ മാവിലെല്ലാം നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അരമണിക്കൂറിന് ശേഷം നല്ല ചൂടായ സൺഫ്ലവർ ഓയിലേക്ക് പനീർ പീസസ് ഓരോന്നായി ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ വറുത്ത് കോരി മാറ്റാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.